ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഹോണ്ട ഏവിയേറ്റർ വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാനൊന്ന് അഴിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ അഴിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അഴിച്ച് കഴിഞ്ഞ് പാർട്സാക്കി വെച്ചേക്കുന്ന വീഡിയോ തൊട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കാർബൺ ബ്രഷ് പോയതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ അഴിച്ച രൂപം. എല്ലാ പാർട്സും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ മാഗ്നറ്റിക് ഹൗസിംഗ് ആണ്. ഇതിനകത്ത് 2 മാഗ്നറ്റുകളാണുള്ളത്. ഇതിൻ്റെ ആർമേച്ചർ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബെയറിങ്ങും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മാറ്റുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കാർബൺ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സെക്ഷൻ. ഇതിൻ്റെ മുൻവശമാണ്. ഇതിലൊരു കാർബൺ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം, ഒരെണ്ണം സ്ക്രൂവിലും പിടിപ്പിക്കണം. ഇതൊരു അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് അഴിച്ചെടുക്കണം. ഇതും ഹൗസിങ്ങും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാഷറാണത്. ഇത് കാർബൺ ഹൗസിങ്. ഇതിലാണ് കാർബൺ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നട്ട് അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത നട്ടും ഇതിൻ്റെ നട്ടുമാണത്. സ്ക്രൂ ഉണ്ട്, സ്പ്രിങ് ഉണ്ട്. ഇതിപ്പോൾ പുതിയത് വാങ്ങിയ കാർബണിൻ്റെ സെറ്റാണ്. ഇതിന് 74 രൂപയാണ് വില വരുന്നത്. 74 രൂപ വരും. ഇതിനകത്ത് 2 കാർബണുണ്ട്, പിന്നെ സ്ക്രൂകളുണ്ട്, 2 സ്പ്രിങ് പുതിയത് ഇതിനകത്ത് വരുന്നുണ്ട്. സ്പ്രിങ്ങും സ്ക്രൂവൊക്കെ നമുക്ക് ഇരിക്കുന്നത് തന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും മാറ്റുന്നില്ല. നിലവിൽ നമുക്ക് കാർബൺ ഞാൻ ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കാർബണ് അതിൻ്റെ സ്പ്രിങ്ങോടുകൂടി നമുക്ക് ആ ഹൗസിങ്ങിനകത്ത് സെറ്റ് ചെയ്യണം. സ്പ്രിങ്ങാണ് ആയിരിക്കുന്നത്. ഈ കാർബൺ വന്നിട്ട് നമുക്കിവിടെ സ്ക്രൂ ചെയ്താണ് പിടിപ്പിക്കേണ്ടത്. ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന കാർബണ് പോസിറ്റീവ് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനലും, മറ്റേ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന കാർബൺ വന്നിട്ട് നെഗറ്റീവ് ടെർമിനലാണ് വരുന്നത്. അത് ബോഡിയാണ്. ബോഡിയിലോട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഈ സ്പ്രിങ് ഇങ്ങനെ ഹൗസിങ്ങിനകത്ത് കയറ്റി വെച്ച് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കാർബൺ അതിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഇച്ചിരി പാടുള്ള ജോലി എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഒരു ക്ലിപ്പോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടാണ് മറ്റേ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ കാർബൺ കറക്റ്റായിട്ട് ഇറക്കി വെക്കാൻ കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ആ 2 സൈഡിലത് സെറ്റ് ചെയ്യണം. വീഡിയോ എടുക്കാൻ ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തതിൽ ക്ലിയർ ആയിട്ടില്ല, ക്ഷമിക്കുക. ഞാനൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് അത് ചെയ്തത്. എൻ്റെ സ്വന്തം വണ്ടിയുടെ തന്നെ ആയതുകൊണ്ട് ധൈര്യത്തിൽ ചെയ്തതാണ്. സെറ്റായിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തു കേട്ടോ, ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത് ഇതിലോട്ട് ഹൗസിങ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹൗസിങ് സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ ഹോൾസിൽ കറക്റ്റായിട്ട് ഹൗസിങ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൗസിങ് വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഗ്രീസ് ഹൗസിങ്ങിനകത്തോട്ട് പോകുന്ന റോട്ടറിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ബെയറിംഗ് അല്ല വരുന്നത്, അതുകൊണ്ട് ഫ്രീ ആയിട്ടൊന്ന് കറങ്ങാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഹൗസിങ് അവിടെ വെക്കണം. ഹൗസിങ് വെക്കുമ്പോഴും ഞാൻ അധികം ഒന്നും മാർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും എനിക്ക് കുറച്ച് പാടുപെട്ടു. ശരിക്കും ഒരു തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കുറവൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ടൈം എടുത്തെങ്കിലും സംഭവം റെഡി ആയിട്ടുണ്ട്.
ഞാനത് സെറ്റ് ചെയ്തു. അതിടുമ്പോൾ വളരെ സൂക്ഷിച്ചിടണം. നമ്മുടെ ആർമേച്ചർ തിരിച്ച് തെന്നി വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ വീണ്ടും നമുക്ക് ടൈം വേസ്റ്റ് ആവും. ഇനി അടുത്തത് നട്ടിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹോൾസ് എല്ലാം കറക്റ്റാക്കി നമ്മൾ നട്ടെല്ലാം ടൈറ്റ് ചെയ്യണം. 8-ൻ്റെ നട്ടാണ് ഇതിൽ വരുന്നത്. ഓവർ ടൈറ്റും ചെയ്യാൻ പാടില്ല. അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ ത്രെഡൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ആണത്. നമ്മളെല്ലാ നട്ടും നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത്, ശരിക്കും ഇത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു നട്ടഴിച്ച് ഒരു ബോഡി എർത്ത് അതിലോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവിൻ്റെ ഒരു ടെർമിനൽ നമ്മൾ ബോഡിയായിട്ട് ഇതിലോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യുമ്പോൾ ഞാനിനി സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടത്. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്ത് അത് ടൈറ്റ് ചെയ്തു. ഇതിൻ്റെ കോണ്ടാക്റ്റ്, പോസിറ്റീവ് ടെർമിനലിൻ്റെ കോണ്ടാക്റ്റ് വന്നിട്ട് ഇച്ചിരി ക്ലാവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സാൻഡ് പേപ്പർ വെച്ചത് ക്ലീൻ ചെയ്തിടുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ സാൻഡ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്തു. എല്ലാ വണ്ടിയുടെയും ഇച്ചിരി പഴയ വണ്ടിയാണെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്ത് തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 12 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആയിട്ടില്ല, ക്ഷമിക്കുക. ഓക്കെ, സെറ്റാക്കി. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസൊക്കെ നമ്മൾ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കുക. ഇനി ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകളായിട്ടൊക്കെ വരും. നമുക്ക് സ്വന്തമായിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.